നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താരവിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞുകൊണ്ടുമിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പരാതി വരട്ടെ, അപ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞ സർക്കാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിഷയങ്ങളല്ല, അതിനു പിന്നാലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണമെന്നും സൂചനയുണ്ട്. ഇന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഒരു കാലത്തെ പ്രധാനപ്പെട്ട നടികൾ വരെയുണ്ട്. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരുമോ? നീതി നടപ്പാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പയ്യോളിയിൽ നിന്നും രാജനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാജൻ, ഒരു അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചു, പക്ഷേ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി താരവിഗ്രഹങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണം കൊണ്ട് ഇതൊക്കെ വെളിപ്പെടുമെന്നും നീതി ലഭ്യമാകുമെന്നും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല സാറേ, ഇത് ഒരു അന്വേഷണം കൊണ്ട് ഇത് നീതിന്റെ പൈസ ഇങ്ങനെ തീരും. വേറെ എന്ത് അന്വേഷണ കമ്മിറ്റി വന്നിട്ട് ഇവർ എന്ത് തീരുമാനിക്കാനാ? കലിയുഗത്തിന്റെ കാലഘട്ടത്തിൽ ഇതിലപ്പുറം സംഭവിക്കുന്നുള്ള അറിയാവുന്ന ഒരു 60-68 വയസ്സുള്ള ഒരു വ്യക്തിയാണ് സാർ ഞാൻ. കലിയുഗ കാലമാണിത്. ഈ 68 ഒരു വലിയ പ്രായമല്ല കേട്ടോ. അല്ല ശരി, കലിയുഗ കാലമാണല്ലോ ഇത്. ഈ കലിയുഗത്തിൽ ഇതിലപ്പുറം സംഭവിച്ച് ഞെട്ടാനൊന്നുമില്ല സാർ. താങ്കൾ അങ്ങനെയൊക്കെ കരുതുന്നു സാറേ. ഇതിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടും കാര്യമില്ല സാറേ. ഇതെന്താ വെച്ചാൽ ജനങ്ങളെ വഞ്ചിക്കാനുള്ള ജനങ്ങളെ നീതി പൈസ എടുത്തിട്ട് ഇത് സ്വാഭാവികമായും ഇത്തരം ഒരു അന്വേഷണം ഒക്കെ നടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരില്ലേ? പുറത്തു വരണം. ഇതിനെല്ലാം ശിക്ഷിക്കപ്പെടണം. താങ്കളുടെ ആഗ്രഹത്തെ നമുക്ക് മാനിക്കുന്നു. സാറേ, ഒരു കാര്യം പറഞ്ഞു, നീതി പൈസ തീർക്കുന്നതിലും ബദല് ഈ കൊടുക്കാനുള്ള കുടിശ്ശികയും ക്ഷേമ പെൻഷനും കൊടുത്ത് തീർക്കണ്ടേ സാറേ? ഇത് നമ്മുടെ വിഷയം തൽക്കാലം അതല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആ വിഷയത്തിലേക്ക് കടക്കാൻ നിർവാഹമില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കട്ടെ ഇരകൾ, പരാതി കൊടുത്താൽ അപ്പോൾ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഇന്നലെ ഒരു അന്വേഷണ സമിതിയെ, ഒരു പോലീസ് സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു സമിതിയൊക്കെയാണ്. ഇങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഈ സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ, കൊടിയ നെറുകേടുകളൊക്കെ പുറത്തു വരുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്നാൽ സർക്കാർ പുറപ്പെടുവിച്ച ഒരു അന്വേഷണം, അത് തെറ്റാര് ചെയ്തോ അവരൊക്കെ ശിക്ഷിക്കപ്പെടും. ഇത് ഇടതുപക്ഷ സർക്കാരാണ്, അത് ഓർത്തോളണം. ഒന്ന്, അതിൽ ആരായാലും ശരി, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും തെറ്റ് ചെയ്തോലെ ശിക്ഷിക്കപ്പെടും ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ വേറെയും കൂടി ഒരു കാര്യം പറയാനുള്ളത്. ഇന്നിപ്പോ അയാള് പറഞ്ഞു, അയാള് എന്താ പറഞ്ഞത്? കാരണം വെച്ചാൽ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളത്. പെൻഷൻ അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ശ്രീ മുഹമ്മദ്, നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാൻ നിർവാഹമില്ല. നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്, താങ്കളൊക്കെ സ്ഥിരമായി വിളിക്കുന്ന ആളുകളല്ലേ. നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന വിഷയത്തിൽ സംസാരിക്കുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാം കൂടി നമുക്ക് അരമണിക്കൂറിൽ സംസാരിച്ചു തീർക്കാൻ കഴിയില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മധു ആണ് പാലക്കാട് നിന്നും. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഇന്നലെ നിയോഗിച്ച അന്വേഷണ സമിതി കൊണ്ട് ഈ നീതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഒന്നും നടക്കില്ല സാറേ കേരളത്തില്. എന്താണ് അങ്ങനെ തോന്നാൻ? നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു അന്വേഷണം നടന്നത്. മറ്റ് പല സിനിമാ ഭാഷയിലും സിനിമാ മേഖലയിലും ഇതിനപ്പുറവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെങ്കിലും ഇങ്ങനെ ഒരു അന്വേഷണം പോലും നടക്കുന്നില്ല. എല്ലാം നടന്നോട്ടെ സാറേ. എനിക്ക് ഒറ്റ സെക്കൻഡ് പറയാനുള്ള സമയം തന്നാ മതി. പറഞ്ഞോളൂ. എനിക്ക് 62 വയസ്സായി. ശരി. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാ ഇതുപോലുള്ള കേരളത്തില് ആര് ഭരിച്ചാലും, ഇടവനായാലും ശരി വല്ലനായാലും ശരി, ഒരു ദുഃഖം നടക്കില്ല. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിറ്റുവേഷൻ എല്ലാ വെളിപ്പെടുത്തലും വന്നു കഴിഞ്ഞാൽ കേരളത്തില് ഒരു 3 സെൻട്രൽ ജയിലാണ് ഉള്ളത്. ഒരു 30 സെൻട്രൽ ജയിലെങ്കിലും പണിയേണ്ടി വരും. ശരി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു ആമേഴഞ്ചാം തോടാണ്. ഇതിൽ അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് മാലിന്യങ്ങളാണ് ഈ മന്ത്രിസഭ എന്ന് പറയുന്നത്. ഇവിടെ വീഴുന്നവൻ മരിക്കുമല്ലാണ്ട് ഇതിനൊരു പരിശ്രമത്തിൽ ഒരു നല്ല പ്രതീക്ഷ നമുക്ക് വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കമ്മീഷനുകൾ
നമ്മൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്? അതിൽ ഏതെങ്കിലും ഒന്ന് സത്യസന്ധമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയതായിട്ട് അങ്ങേക്ക് അറിയാമോ? അങ്ങൊരു പത്രപ്രവർത്തനം ഞങ്ങളെക്കാൾ അറിവുള്ള എല്ലാ കമ്മീഷനുകളുടെയും അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയും പുറത്തു വന്ന് തന്നെ നടപ്പാകാതെ പോവുകയും ആ ദിവസത്തെ ചർച്ചയ്ക്കപ്പുറം നടക്കാതിരുന്നിട്ടുണ്ട്. ചിലതൊക്കെ ഒരു പരിധി വരെ നടന്നിട്ടുമുണ്ട്. ഇപ്പൊ ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് ശരിക്കു പറഞ്ഞാൽ പ്രതികളെ രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ്. കാരണം പോലീസിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ഒരു സാധാ പോലീസ് സ്റ്റേഷൻ മുതൽ അങ്ങോട്ട് DGPയുടെ അടുത്ത് എന്നവരെ പൂർണ്ണമായിട്ട് അങ്ങനെ ആവശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു സംവിധാനമല്ലേ, ആ സംവിധാനത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം. ആ സംവിധാനമൊക്കെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോ എന്താ അറിയോ, എല്ലാവരും ഊരിപ്പോവും. ശരി, ഓക്കെ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കണ്ണൂരിൽ നിന്നും ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ അന്വേഷണ സമിതി സത്യം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സത്യം കണ്ടെത്തി കഴിഞ്ഞല്ലോ, പക്ഷെ ഇതിന് ശിക്ഷാർഹ നടപടി എന്താവുന്നില്ലല്ലേ. ഇപ്പൊ നോക്ക്, ബാബു രാജീവ്, VK പ്രകാശ്, ജയസൂര്യ, എനക്കൊന്ന് ആ ഇന്ദ്രൻസിനെ പോലത്തെ കുറച്ച് പാവങ്ങളെ ഒഴിഞ്ഞു വരൂ, ബാക്കി എല്ലാവരും ഇതിൽ പ്രതിയാണെന്ന് തോന്നുന്നു. ഇത് ആദ്യം മുതൽ തന്നെ ഇവര് പൂഴ്ത്തിവെക്കാൻ പാടില്ലായിരുന്നു. മുഴുവൻ ആൾക്കാരുടെ പേര് ഈ കീറിക്കടഞ്ഞ മൊത്തം പേപ്പറും പുറത്തു വരട്ടെ. ഏതാണ്ട് 140 പേരെങ്ങാണ്ട് കീറി എന്നാ പറയുന്നത്. ജനങ്ങൾ അറിയട്ടെ, ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. കോടതി നേരിട്ട് ഇടപെട്ടെ. ഗവൺമെന്റ് കൊണ്ട് നമ്മൾ രാഷ്ട്രീയവും പാർട്ടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ല. ശരി, ഓക്കെ. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ റസൂലാണ്. ശ്രീ റസൂൽ, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ താരവിഗ്രഹങ്ങൾ ഒന്നൊന്നായി ഉടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച് സർക്കാർ ഇപ്പോൾ. ആ അന്വേഷണ സമിതിയിൽ പ്രതീക്ഷയുണ്ടോ? പേര് പറഞ്ഞത് തെറ്റിയില്ലേ. റഷീദ് കൊയിലാണ്ടി എന്നാണ്, മണ്ടോളി. കേട്ടില്ല. റഷീദ് കൊയിലാണ്ടി. ആ, റഷീദ് കൊയിലാണ്ടിയിൽ. ശരിക്കണം, റസൂൽ എന്നാണ് പേര് കേട്ടത്, തെറ്റിപ്പോയതാണ്. ശ്രീ റഷീദ്, തിരുത്തിക്കോളാം, ഞങ്ങൾ സ്ക്രീനിൽ തിരുത്താം. താങ്കൾ പറഞ്ഞോളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു പളപളപ്പ് മാത്രമല്ല മലയാള സിനിമ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. താരവിഗ്രഹങ്ങളൊക്കെ വീണുടയുകയാണ്. എവിടെയാണ് സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ? എവിടെയാണ് സാംസ്കാരിക നായികമാർ? എവിടെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മതിൽ കെട്ടിയവർ കോടിക്കണക്കിൽ ഉറുപ്പ് ചെലവഴിച്ചിട്ട്? ഇത്രമാത്രം കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവർക്കൊന്നും വാ മൂടിക്കെട്ടുന്നു? ഇവരൊക്കെ മൂടിക്കെട്ടാൻ കാരണം എന്താണ്? ആര് തൃപ്തിപ്പെടുത്താനാണ്? ആര് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന് വസ്തുത അറിയണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവും. ആ രീതിയിലൊക്കെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വെറും പ്രവർത്തനം മാത്രമാണ്. നമുക്ക് ഇടുക്കിയിൽ നിന്നും ശ്രീ മണികണ്ഠൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ, താങ്കൾക്ക് എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷയുണ്ടോ? നമസ്കാരം. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ കൂടിയുള്ള ആളാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ മുഴുവനും കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ വനിതകൾക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കാല. അങ്ങനെ വരുമ്പോഴത്തേനും ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് തേച്ച് വായിച്ച് കളയുന്ന ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇതിപ്പം ഭൂരിപക്ഷം 99% ആളുകളും നടന്മാരായിട്ടുള്ള പ്രമുഖന്മാരെ ഇതിനകത്ത് ഉൾക്കൊള്ളുമ്പോൾ ഇവര് തന്നെ ഒരു സംഘടന ഉണ്ടാക്കി ഒരു സംരക്ഷണം തന്നെ തീർക്കാനുള്ള സാധ്യത 90%. താങ്കൾ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആശങ്ക തന്നെയാണ്. സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ആശങ്കയാണ്. വലിയ പണമുള്ളവർ, സ്വാധീനമുള്ളവരൊക്കെ പലപ്പോഴും ഇത്തരം നിയമത്തിന്റെ വലകളൊക്കെ പൊട്ടിച്ച് പുറത്തു ചാടാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അവരൊക്കെ കുടുങ്ങാറുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പലർക്കും അത്തരത്തിൽ നേരിടേണ്ടി വരുന്നത്. ശരി, നമുക്ക് വടകരയിൽ നിന്നും ശ്രീ വിജീഷ് കൂടി ചേരുന്നുണ്ടോ? ശ്രീ വിജീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ഈ ഹേമ കമ്മീഷന്റെ എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്രയും കാലം 4 വർഷം പൂഴ്ത്തിവെച്ചത്? അപ്പം മുകേഷിനെ പോലെയുള്ള ഒരുപാട്, രഞ്ജിത്തിനെ പോലെയുള്ള ഒരുപാട് ഇവരെയൊക്കെ ചില്ലു കൊട്ടാരം പോലെ തകർന്നു പോകുമെന്നുള്ളൊരു ബിംബങ്ങൾ തകരും എന്നതുകൊണ്ടാണ് ഈ സർക്കാർ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. പിന്നെ ഇവർക്ക് ഈ സ്ത്രീകള്, അതായത് ലാൻഡിമാർ അവരുടെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അവര് സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. അവിടെ നിന്ന് ഒരു ഞങ്ങൾ പരാതി കൊടുത്ത ഞങ്ങളൊരു പോലീസുകാർ പെരുമാറുന്ന രീതി വേറെയാണത്. ഇപ്പോൾ വെളിപ്പെടുത്തിയ സ്ത്രീകളാരും അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തിട്ട് അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റു പല കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പോഴല്ല. ആദ്യത്തെ കേസൊക്കെ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ലേഡിയൊക്കെ ആദ്യമൊക്കെ പരാതി കൊടുത്തിരുന്ന പറയുന്നത് കേട്ടെ. പോലീസിൽ പരാതി നൽകിയതായിട്ട് കേട്ടില്ല. ഇനി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതങ്ങനെ പോലീസിൽ പരാതി നൽകിയിട്ട്. അങ്ങനെ ഞാൻ ഒരു അഭിമുഖ
അഭിമുഖത്തിൽ അവർ പറയുന്ന ശരി, കേട്ടു. ഓക്കേ, എന്തായാലും. പോലീസ് പോയിട്ട് അവർക്ക് നീതി കിട്ടിയില്ല. ഇവർക്ക് നീതി കിട്ടണം. ഈ സർക്കാർ ഇവരൊക്കൊപ്പം നിൽക്കണം, ഇരകൾക്കൊപ്പം നിൽക്കണം. അല്ലാതെ ഇവര് എന്താ പറയണ്ടേ, പിന്നെ സിനിമാ മേഖലയിലെ ഈ സിദ്ദിഖിനെ മുകേഷിനെ പോലെയുള്ളവരെ കൂടെ നിർത്തിയിട്ട് ഈ അനുഭവിച്ച സ്ത്രീകൾ വ്യക്തമാണ്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എങ്ങനെയാണ് പ്രതീക്ഷ? ഈ അന്വേഷണ സമിതി സത്യം കണ്ടെത്താൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഈ നടിമാർ പേര് വെളിപ്പെടുത്തുവാൻ തയ്യാറായത് വളരെ സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ചും WCCയിൽ ഉൾപ്പെട്ട നടികളെല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ അവർ വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ കേസുകളെല്ലാം തന്നെ വിചാരണ വേളയിൽ നമുക്കറിയാമല്ലോ, ഈ സമീപകാലത്ത് നമ്മൾ കേരളത്തിലുണ്ടായിട്ടുള്ള പോക്സോ കേസുകളടക്കം അവസാനം ഒരു സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി പോക്സോയുടെ ഇരകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പീഡിപ്പിച്ച കുട്ടികളെ പ്രായപൂർത്തിയായതിനു ശേഷം കോടതിയുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം അങ്ങനെ വിവാഹം കഴിച്ചതുകൊണ്ട് കേസ് മാറില്ല എന്ന് സുപ്രീം കോടതി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഈ വലിയ സ്വാധീനമുള്ളവർ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മളിത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഒരിക്കലും താങ്കൾ പറയരുത്. ഇതിൽ വമ്പന്മാരായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം ആരൊക്കെയാ വമ്പന്മാരെന്ന്. പക്ഷേ ഒരു നടി പോലും ഈ അവരെ തൊടാൻ സാധിക്കില്ല. കാരണം ഇവർക്കൊന്നും ഈ സിനിമയെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പുറത്തയക്കുന്നവരൊക്കെ ഈ പറഞ്ഞ പേരുകൾ പറയപ്പെട്ട ആളുകളൊന്നും അത്ര നിസ്സാരക്കാരല്ല. മുകേഷ് ആയാലും മണിയമ്പിള്ള രാജു ആയാലും സിദ്ദിഖ് ആയാലും രഞ്ജിത്ത് ആയാലും അവരൊക്കെ മലയാള സിനിമയിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. വരും ദിവസങ്ങളിൽ നടിമാര് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകരുടെ ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ താങ്കളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. താങ്കൾക്ക് അത് പറയാവുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ വേണം, അല്ലാതെ നമ്മൾ കേട്ട കഥകളല്ല പറയേണ്ടത് എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് സുരേഷ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞു. പക്ഷേ ഈ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ, ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ഇവരിത്രയും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവരെല്ലാം ഈ നടിമാരായിരുന്നാലും എല്ലാവരും ഈ പരാതികൾ വെളിപ്പെടുത്തുന്നത്. അതുവരെ ഒരു വട്ടം ഒരു അനുഭവം വന്ന ഒരു വ്യക്തി, ഏത് കുട്ടിയായിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും ഒരു വട്ടം ഒരു അനുഭവം വന്നെങ്കിൽ എന്തുകൊണ്ട് അവർ പോലീസിൽ പരാതിപ്പെട്ടില്ല? ശ്രീ സുരേഷ്, അതിനകത്ത് നമുക്ക് ചില പ്രശ്നങ്ങൾ, താങ്കളുടെ ചോദ്യം ചിലപ്പോൾ അത്ര നിഷ്കളങ്കമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പീഡനം നേരിടേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത്തരം ഒരു ദുരനുഭവം ഉണ്ടായാൽ അന്നേരം തന്നെ പോലീസിനെ പരാതിപ്പെടാൻ അല്ലെങ്കിൽ അതിനെ ഒരു വിഷയമാക്കി എടുക്കാനുള്ള ധൈര്യം ചിലപ്പോൾ അവർക്ക് കാണില്ല. അവർക്ക് മറ്റു പലതരത്തിലുള്ള ഭയമുണ്ടാവും. അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടാം, അവരുടെ പലതരത്തിലേക്ക് അവരെ തകർക്കപ്പെടാം എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും. ഒരു നല്ല അവസരം കിട്ടുമ്പോൾ എനിക്കും അങ്ങനെ പറയാമെന്നൊരു സ്ത്രീ തീരുമാനിക്കുന്നത് അവർക്ക് ചിലപ്പോൾ അവരുടെ ആ ഉണ്ടായ സമയത്ത് ആ തരത്തിലൊരു ധൈര്യം ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടായി കാണില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആ സത്യം വിളിച്ചു പറയുന്നത്, സത്യം പറയുന്നതിനെ അവിടെ നിങ്ങൾ വൈകിപ്പോയി എന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. ഒരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത്, ഈ ന്യൂസിനകത്ത് ഒരു വട്ടം 1-2 പേര് പറഞ്ഞു പേരും പെരുമയും പ്രസിദ്ധിയും നേടാൻ വേണ്ടി മാത്രമാണ് ഇതവർ ഇത്രയും നാൾ ഒളിച്ചു വെച്ചതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ചിന്തിക്കും, നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 വട്ടം 2 വട്ടം 3 വട്ടം അനുഭവം വന്നിട്ടും ഇവരിത് വെളിപ്പെടുത്തുകയാകട്ടെ, ഇത് പരാതിപ്പെടുകയാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുകയാകട്ടെ, ഒന്നും ഞാൻ താങ്കളുടെ ഒരു ചോദ്യം, ഇതേ ചോദ്യം കേരളം മുമ്പ് ഒരിക്കൽ കേട്ടതാണ്. സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്നൊക്കെ. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ തക്ക ശേഷി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അതിനുള്ള അവബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല പല കാരണങ്ങളാൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് എപ്പോഴും ആ സമയത്ത് പ്രതികരിച്ചുകൂടെ എന്നൊക്കെ. കേരളമൊക്കെ ഈ നിലയിലേക്ക് കടന്നു വന്നത് സാധാരണ മനുഷ്യരൊക്കെ എത്രയോ കാലം അടിമകളാക്കി കുറെ ആളുകൾ വെച്ചിരുന്നതാണ്. അവിടുന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും തുല്യവേതനം തുറന്നു പറയാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടായത് എത്രയോ കാലത്തിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അതെ, അല്ല, ഞാൻ ചോദിച്ചത് ഞാൻ വേറൊന്നുകൊണ്ടല്ല. ഇപ്പൊ ഇതിനകത്ത് ഘോരം വന്നിരുന്ന് പല പാർട്ടിക്കാരും പ്രസംഗിക്കുമ്പോഴും പല രീതിയിൽ പറയുമ്പോഴും ഈ ഒരു അനുഭവങ്ങൾ ഇവരാരും ഇതിനു മുമ്പ് പറഞ്ഞില്ല. ഇപ്പം ഇടതുപക്ഷം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് അന്വേഷണത്തിന് വെച്ചതിന് ശേഷമാണല്ലോ, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഇവർ ഇത്രയും കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് കേൾക്കുന്നതിനൊരിതില്ലേ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ സുരേഷ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ തന്നെ താങ്കളോട് പല തവണ പറഞ്ഞു. ഒരു ആളുകൾക്ക് എപ്പോഴാണ് നിങ്ങൾ പറയാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ മറ്റു പലരും പറയുന്നു, അപ്പോൾ എനിക്ക് പറയാം, ഞാനും പറയേണ്ടതല്ലേ എന്നുള്ള തോന്നലൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉണ്ടായത്. അതിന്റെ പേരിൽ നമ്മൾ ഒരു ഇരയെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ വൈകിപ്പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ
എന്തായാലും നമുക്ക് ഈ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാം. സമൂഹത്തിൽ എപ്പോഴും നിങ്ങൾക്ക് തെറ്റുണ്ടാവുന്ന അതേ സമയത്ത് തന്നെ പ്രതികരിക്കാനൊന്നും എല്ലാ മനുഷ്യർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അത് കഴിയാത്തത് അവരുടെ കുറ്റമാവണം എന്നുമില്ല. പല കാരണങ്ങളാൽ അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയാത്ത മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥയിലോ ഒക്കെ അവർ വിട്ടുപോകാം. അതിന് ഭയം മുതൽ അവരുടെ മാനസിക അവബോധം മുതൽ പല കാരണങ്ങൾ അവർക്ക് ആ കാലത്തുണ്ടാവാം. പക്ഷേ പിന്നീട് ഒരു കാലത്ത് അത് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ വൈകി എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയല്ല വേണ്ടത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. ടോണിയാണ് പുൽപ്പള്ളിയിൽ, ടോബിയാണ് പുൽപ്പള്ളിയിൽ നിന്നും. ശ്രീ ടോബി, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷക്കാലം ഫ്രീസ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം പിന്നെ ആ കമ്മീഷന്റെ എന്താ കോടതി വിധിയിലൂടെയാണ് ആ കമ്മീഷൻ അത് കമ്മീഷന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടൊക്കെ കോടതിയുടെ ഇടപെടലുകൾ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് അത് പുറത്തു വന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 7 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളിൽ യാഥാർത്ഥ്യമുണ്ടോ, ഉണ്ടെങ്കിൽ കുറ്റക്കാരാരൊക്കെ, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് പ്രധാനമായും. അല്ല, ഈ 4.5 വർഷക്കാലം ഫ്രീസ് ചെയ്യപ്പെട്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും കാരണത്താൽ വീണ്ടും ഒരു അന്വേഷണം വെച്ചിട്ട് അതിന്റെ തീരുമാനങ്ങൾ പുറത്താവും സാറേ. പുറത്താവേണ്ടതാണ്, പുറത്തായേ മതിയാവും. എന്തായാലും പുതിയ കാലമാണ്. പഴയതുപോലെ എല്ലാം മറച്ചുവെക്കാം അല്ലെങ്കിൽ എല്ലാം മാറ്റിവെക്കാം, വമ്പന്മാർക്ക്, സ്വാധീനശേഷിയുള്ളവർക്ക് എന്തും കാണിക്കാമെന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ലോകമാകമാനം മാറി വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ധൈര്യസമേതം മുന്നോട്ട് വരികയും ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുകയും സ്വമേധയാ ഞാൻ പരാതി നൽകാൻ തയ്യാറാണ് എന്നടക്കം ഒരു സ്ത്രീ പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസികമായ എത്രത്തോളം വലിയ സ്ട്രഗിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവരെയൊക്കെ ആദരവോടുകൂടി കാണേണ്ടത് തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുലൈമാനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുലൈമാൻ, താങ്കൾ ഈ വിഷയം കേട്ടല്ലോ, താങ്കൾക്ക് പറയാം. ശ്രീ സുലൈമാൻ, കേൾക്കാമോ? ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, ഈ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ കേരളമാണ് ഇത് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും പിന്നെ ഈ സർക്കാർ ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്തെന്നൊക്കെ സാർ 2 ദിവസം ഈ അവതരിപ്പിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 3 ദിവസമായിട്ട് വന്ന് പറയുന്നവര് 3 കൊല്ലം 5 കൊല്ലം മുമ്പ് കേസ് കൊടുത്ത ആൾക്കാരാണ്. അവർ പുറത്തോട്ട് പറയുകയും കേസ് കൊടുത്തവരല്ല. ശ്രീ ജയകുമാർ, ഇതിനകത്ത് ആരാണ് കേസ് കൊടുത്തത്? അവരാരും കേസ് കൊടുത്തവരല്ല. സാറിന്റെ ചാനലിൽ ഇരുന്ന് ആദ്യം ചോദിക്കൂ. ഈ ചാനലാണ് ഞാൻ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞ വ്യക്തികളും വേറെ 2 പേരും 3 കൊല്ലം 5 കൊല്ലം. ഇന്നലെ രേവതി സമ്പത്ത് 5 കൊല്ലം മുമ്പ് കേസ് കൊടുത്താന്ന് പറഞ്ഞു, അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു. ഇന്ന് വന്നിരുന്ന് പറയുന്ന കൊച്ചു 3 കൊല്ലം മുമ്പ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ചാനൽ തന്നെയാണ് രാവിലെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ പറഞ്ഞത് അന്വേഷിക്കാം. പോലീസിൽ എന്തായാലും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അറിവ്. ഇതുവരെ വെളിപ്പെടുത്തിയ ഇപ്പോൾ പറഞ്ഞ ആളുകൾ ആരും പോലീസിൽ നേരത്തെ പരാതി നൽകിയവരല്ല എന്നാണ്. എന്തായാലും നമുക്ക് താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി ഇനി ഏതെങ്കിലും വിട്ടുപോയതാണോ എന്നതുകൂടി അന്വേഷിക്കാം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന പല നടിമാരും നേരത്തെ കേസ് കൊടുത്തതായിരുന്നു എന്ന് ചില പ്രേക്ഷകർ പറഞ്ഞു. പക്ഷേ അങ്ങനെ കേസ് കൊടുത്തതായി ഇതുവരെ അവരാരും വെളിപ്പെടുത്തിയിട്ടില്ല. പോലീസിൽ എന്തായാലും കേസ് ഇതുവരെ പുറത്തു വന്ന ഇവരാരും കേസ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി അത് അന്വേഷിച്ചത്. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് അത് വിഷയം പറയുന്നത്. പ്രദീപാണ്, അജയകുമാറാണ് ചേരുന്നത്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അന്വേഷണ സമിതിയെ നിയോഗിച്ചതുകൊണ്ട് ഈ പോലീസ് അന്വേഷണത്തിൽ സത്യമൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ടോ? സത്യം ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കാം, നമുക്കറിയില്ല. കാരണം നമ്മുടെ മുൻപിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ അന്വേഷണം എങ്ങും എത്തത്തില്ലെന്നുള്ളതാണ്. അത് നമ്മൾ വിതുര കേസ് തൊട്ട് ശാരികയുടെ കേസും അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. എല്ലാം ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, താങ്കൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം എവിടെ ചെന്നെത്തും എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആകരുത് എന്ന് പ്രാർത്ഥിക്കാം എന്നേ പറയാനുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്നു, പ്രത്യാരോപണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെയൊക്കെ താറടിക്കാനും സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആരോപണവും വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സിനിമയിലെ മുൻനിര നടീ നടന്മാരാരും തന്നെ, അതായത് ഉർവശി ഒഴിച്ച് ആരും തന്നെ, അത് മെയിൽ ആർട്ടിസ്റ്റ് ആയാലും ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയാലും ആരും തന്നെ മുൻപോട്ട് വന്ന് ഇതിനെ പറ്റി ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഈ മുൻനിര നായകന്മാർ അവരൊക്കെ പ്രതികരിക്കേണ്ടതാണ്.
പലരുടെയും മൗനം എന്ന് പറയുന്നത് കുറ്റകരമായ മൗനം തന്നെയാണ്. കുറ്റകരമായ മൗനം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നിയാസ് ആണ് പാലക്കാട് നിന്നും. ശ്രീ നിയാസ്, ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണം പരാതി വരട്ടെ അപ്പോൾ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പക്ഷേ സർക്കാർ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ഇങ്ങനെ ഒരു അന്വേഷണ സമിതി കൊണ്ട് ഈ പറയുന്ന കുറ്റവാളികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്ന ആരാണ് ഈ കമ്മീഷന് വെച്ച ആൾക്കാര്? സർക്കാർ തന്നെയല്ലേ? സർക്കാരല്ലേ ഈ കമ്മീഷന് വെച്ചിട്ടുള്ളത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ കമ്മീഷന് വെച്ചിരിക്കുന്ന ആൾക്കാർ സർക്കാർ തന്നെയാണ്. അപ്പൊ സർക്കാരിന്റെ വഴിയിലൂടെ സർക്കാർ നോക്കിക്കോളും. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറൊരു ന്യൂസും കൊടുക്കാണ്ട് നോക്കൂ. നാട്ടില് നമുക്ക് ഈ ഒരു ഹേമ കമ്മിറ്റിയും ഈ സിനിമാന്റെ പിന്നാലെ പോകലല്ല. നാട്ടിൽ വളരെ വേറെ പല കാര്യങ്ങളും നമ്മുടെ വാർത്തകളുണ്ട്. നോക്കൂ, നമ്മുടെ വയനാട്ടില് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഉരുൾപൊട്ടലുണ്ടായി. എന്നിട്ട് അവിടെ വന്നിട്ട് പ്രധാനമന്ത്രി എല്ലാരും വന്ന് അവിടെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ത്രിപുരയിലെ എല്ലാവർക്കും കൊടുക്കണം. അതൊക്കെ എത്ര രൂപ നമുക്ക് കിട്ടി? ഇതിനൊന്നും ഇതിനെ കുറിച്ചൊക്കെ താങ്കൾ അങ്ങനെ പറയരുത്. ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം മുതൽ തുടർച്ചയായി പരസ്യങ്ങളടക്കം ഇടവേളകളടക്കം മാറ്റിവെച്ച് ചർച്ച ചെയ്തവരാണ്, അല്ലെങ്കിൽ ആ വിഷയം നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളാരും വയനാടിന്റെ വിഷയത്തെ കാണാതിരുന്നിട്ടില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയും കാണാതിരുന്നിട്ടില്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയം ഉദാഹരണം പറയൂ താങ്കൾ. ഇപ്പോൾ പറഞ്ഞത് തെറ്റായ വിവരമാണ്, ശരിയായ ഒരു വിവരം പറയൂ. ഒരിക്കലുമില്ല. ഏത് വിഷയമാണ് ചർച്ച ചെയ്യാറുള്ളത്? പറയൂ. 16 ദിവസമായി ഈ 16 ദിവസവും വയനാട് മാത്രം ചർച്ച ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, താങ്കൾ എത്ര കോടി കിട്ടിയെന്നടക്കം കേരളത്തിന് അർഹമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ചാനലുകളെല്ലാം ചർച്ച ചെയ്തല്ലേ? കമ്മിറ്റിനെ നിയോഗിച്ചത് സർക്കാർ ആണെങ്കിൽ അവര് നോക്കിക്കോളും. അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? താങ്കൾക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. താങ്കൾക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഇത്തരം വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാല് ന്യൂസ് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ബോറല്ലേ? ന്യൂസ് കേൾക്കുന്ന ആളുടെ ബോറടിയല്ല വിഷയം, നീറുന്ന പ്രശ്നങ്ങളാണ്. കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് വിഷയം. കേരളത്തിലെ സിനിമാ മേഖലയിൽ ആകെപ്പാട് ഇത്രയേറെ കൊടും ക്രൂരതകൾ, അനീതികൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കലല്ല വേണ്ടത്. അത് ചർച്ച ചെയ്യാതിരിക്കലല്ല വേണ്ടത്. അല്ല, ചർച്ച ചെയ്തോളൂ, നിങ്ങൾ ചർച്ച ചെയ്തോളൂ. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതെന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട വാർത്ത ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ ഇന്ന് കാണിക്കാതിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കാണിക്കാതിരുന്നു? ഏത് വാർത്തയാണ്? ഒരു വാർത്ത താങ്കൾ പറയൂ. താങ്കൾ ഒരു വാർത്ത പറയൂ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത താങ്കൾ ഒരു വാർത്ത പറയൂ. ശ്രീ നിയാസ്, ഒറ്റ വാർത്ത താങ്കൾ പറയൂ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുവെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എങ്കിൽ അത് പറയാം, അതിന് മറുപടി പറയാൻ തയ്യാറുമാണ് ഞങ്ങൾ. പക്ഷേ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്തരം ചർച്ചകൾ നടത്തേണ്ടി വരും. കേരളത്തിലെ മാധ്യമങ്ങളടക്കം നിരന്തരം ചർച്ച ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് പലപ്പോഴും സർക്കാരിനായാലും അധികാരികൾക്കായാലും പല വിഷയങ്ങളിലും നിലപാടുകൾ എടുക്കേണ്ടി വരുന്നതും. അതുകൊണ്ടാണ് നീതി ഒരു അളവ് വരെയെങ്കിലും ലഭ്യമാകുന്നതും. അതിൻ്റെ ബോധ്യം കൂടി ഞങ്ങൾക്കുണ്ട്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ബിന്ദുവാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിന്ദു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ സർക്കാർ, അന്വേഷണ സമിതിയെ സർക്കാർ ഇന്നലെ പോലീസ് അന്വേഷണം നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയിൽ പ്രതീക്ഷയുണ്ടോ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ ബിന്ദു, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ KK നമ്പ്യാരാണ് കാസർഗോഡ് നിന്നും. ശ്രീ KK നമ്പ്യാർ, ഈ അന്വേഷണ സമിതി ഈ സിനിമാ മേഖലയിലെ കൊടിയ അനീതികളൊക്കെ വെളിപ്പെടുത്തുമെന്നും കുറ്റവാളികളായവരെ പുറത്തു കൊണ്ടുവരും എന്നും താങ്കൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളിപ്പോ എന്ത് ചർച്ചയാണ്? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മളൊരു സിനിമ കാണണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്താ കാണുന്നത്. അമ്മ എന്ന സംഘടന ആ കാശ് കൊണ്ടാണ് സംഘടന ഉണ്ടാക്കിയത്. നിങ്ങൾ ഇതില് എന്ത് കാര്യങ്ങളും, എന്ത് കമ്മീഷൻ, എന്ത് പോലീസ് വെക്കുന്നെങ്കിലും ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് സാധാരണക്കാരൻ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് എക്സ്പെൻസ്. അതുപോലെ ഏത് നാട്ടിൽ ഏത് ക്രിമിനൽ പ്രവൃത്തി നടന്നാലും അന്വേഷിക്കേണ്ടത് പോലീസല്ലേ, നടപ്പാക്കേണ്ടത് നമ്മുടെ കോടതിയല്ലേ. അപ്പോൾ സ്വാഭാവികമായും അത് പൊതു പണത്തിൽ നിന്ന് അത് ചെയ്യുക എന്നത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? തെറ്റ് സാർ, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴേ ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് സാധാരണക്കാരന്റെ മേലെ വരരുത്. സാധാരണക്കാരൻ വയനാട് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് തോമസ് ആണ്. ശ്രീ തോമസ്,
താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ മലയാള സിനിമയിലെ താരവിഗ്രഹങ്ങൾ ഒന്നൊന്നായി ഉടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് ഈ കുറ്റവാളികളൊക്കെ പുറത്തു വരും, അവരെ വിലങ്ങണിയിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹലോ സാറേ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഞാൻ തോമസ് എന്നാണ് പേര്. ശരി, ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ മാരാരിക്കുളം. മാരാരിക്കുളം, ഓക്കെ, പറഞ്ഞോളൂ. സാറേ, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതേ, ആ പവർ ഗ്രൂപ്പ് തന്നെ സർക്കാരിലും പവർ ഗ്രൂപ്പ് ഉണ്ട് സാറേ. സർക്കാരിൽ നയിക്കുന്ന പവർ ഗ്രൂപ്പ് തന്നെ, അതിൽ തന്നെ MLA യും മന്ത്രിയൊക്കെ ഉണ്ട്. അന്നേരം പിന്നെ ഇത് വല്ലതും നടക്കുന്നതാണോ സാറ് പറയാം? ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ല നിലവിലുള്ളത്. അടിച്ചുപൊളി തല്ലിപ്പൊളി മന്ത്രിസഭ, എല്ലാം കൂടി തല്ലിക്കൂട്ടിയ സിനിമാക്കാരും. തനി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ എന്ന് പുറത്തു പോകുന്നു ചോദിച്ചാൽ മതിയായിരുന്നു. തനി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ, ശരി, തനി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നെങ്കിൽ ഇവരൊക്കെ എപ്പോൾ പുറത്തു പോയെന്ന് സാറേ അഭിപ്രായം. അങ്ങനെ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ കമ്മീഷനിലൊക്കെ പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോഴും ചില അവിശ്വാസങ്ങൾ കൂടിയുണ്ട്. കാരണം അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നാട്ടിൽ ഇത്തരം പല അന്വേഷണ സമിതികളുമൊക്കെ വന്നിട്ടുണ്ട്, പല കമ്മീഷനുകളും വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ കമ്മീഷനുള്ള റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ ഫലപ്രദമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നില്ല. കുറ്റവാളികൾ പലപ്പോഴും രക്ഷപ്പെടുന്നു എന്നുള്ള ആശങ്കയൊക്കെയാണ് മനുഷ്യർ പങ്കുവെക്കുന്നത്. ആ ആശങ്കയ്ക്കൊക്കെ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പരിധിവരെ അടിസ്ഥാനമുണ്ട് താനും. പക്ഷേ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെ ഒരു ഉത്തരവാദിത്തം അവർ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.